ഒരു മസ്റ്റ് ട്രൈ ഇറച്ചിച്ചോറിന്റെ റെസിപ്പിയാണ്, വേഗം സേവ് ചെയ്തോ. റമദാനിൽ ഇന്നത്തെ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. മോം സ്പെഷ്യൽ ഇറച്ചിച്ചോർ. അടിപൊളി ഇറച്ചിച്ചോറിന്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക, എന്നിട്ട് മൂത്ത് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് മല്ലിച്ചപ്പൊട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ആകുമ്പോഴേക്ക് ഒരു നാരങ്ങ നീരും ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് നല്ല കേക്ക് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. ആദ്യം ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അത് കോരി മാറ്റി വെക്കുക. ബീഫ് വേവിച്ച അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കഴുകി വൃത്തിയാക്കുക. അരിയും കൂടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നല്ല തോതിൽ ഇട്ട് കൊടുക്കുക. ചോറ്റോലയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുക്കർ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒറ്റ വിസിൽ സംഭവം റെഡി. ഗംഭീര റെസിപ്പിയാണ്. നല്ല കിടിലൻ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫിന്റെ സ്മെല്ലും ആ ഒരു റൈസും പാടെ വരുമ്പോൾ നല്ല റിച്ച് ഇറച്ചിച്ചോറാണ്. ഇപ്പൊ റമദാനിൽ എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും വീട്ടിൽ കുക്കിംഗ് ഒക്കെ ട്രൈ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ.